മലബാറിന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 14-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്, കുംഭം 30. ഏറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ശനിയാഴ്ചയാണ്. ആഴ്ച അവസാനമാണെങ്കിലും വാർത്തക്ക് ഒരവസാനമില്ല. ഇന്ന് ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ LPGയുടെ വലിയ കടുത്ത പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോൾ അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ തന്നെ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ വലിയ ഇടഞ്ഞൊക്കെ നിൽക്കുന്ന സമയമാണ്. ഒപ്പം ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ആ യുവതി പ്രവേശനത്തിൽ സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കാൻ പോവുകയാണ്. ഒപ്പം ഇന്ന് തുടർച്ചയായ 2ാം ദിവസവും മന്ത്രിസഭാ യോഗം. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ. നമ്മൾ ഈ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ പാചകവാതക പ്രതിസന്ധിയിൽ ജനം വലിയുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. സംസ്ഥാനത്ത് പകുതിയോളം ഹോട്ടലുകൾ അടച്ചു. വാണിജ്യ സിലിണ്ടർ ലഭ്യത കുറഞ്ഞതോടെ ബദൽ മാർഗം തേടിയിരിക്കുകയാണ് ജനം. സൗദിയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. LPGയിൽ നിന്ന് PNGയിലേക്ക് മാറാനും ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വലിയ വിലയ്ക്ക് പാചകവാതകം വിൽക്കുന്നവർക്കെതിരെയും സർക്കാർ നടപടികൾ ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്ന് ആനീഷ് ദേവസി എന്നിവർ ചേരും. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ജിബിൻ JB ചേരുന്നു. ജിബിൻ, സംസ്ഥാനത്ത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിലാണ് വലിയ പ്രതിസന്ധി ഉള്ളത്. ഗാർഹിക സിലിണ്ടറുകളുടെ കാര്യത്തിൽ അത്രത്തോളം പ്രശ്നമില്ല. ആളുകൾക്കൊരു പരിഭ്രാന്തിയോടുകൂടി ബുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഹോട്ടലുകൾ അടയ്ക്കുന്നു. ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നഗരമേഖലകളിൽ വലിയ പ്രതിസന്ധിയിലാവുന്നു. കരിഞ്ചന്ത തടയാൻ സർക്കാർ വലിയ പരിശോധന ഒരു വശത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം കുറച്ചൊന്ന് മെച്ചപ്പെടുത്താനാവുമോ? എന്താണ് സാഹചര്യം? ഗോകുലൻ പ്രവിധ, ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും പക്ഷേ പലയിടത്തും ഈ വാണിജ്യ സിലിണ്ടർ മാത്രമല്ല ഗാർഹിക സിലിണ്ടർ പോലും ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഗാർഹിക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്ന നമ്പറുകൾ പോലും എടുക്കാത്ത അവസ്ഥയാണുള്ളത്. അവിടെയും ഇതിൻ്റെ ലഭ്യത കുറഞ്ഞതാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കരിഞ്ചന്തയുടെ കാര്യമാണ്. കഴിഞ്ഞ ദിവസവും മന്ത്രി 24-നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, കരിഞ്ചന്ത ഈ പൂഴ്ത്തിവെച്ച് വിൽപ്പന, അതായത് മറിച്ച് ഈ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഗാർഹിക സിലിണ്ടറുകളും അതുപോലെ വാണിജ്യ സിലിണ്ടറുകളും കൈവശം വെച്ച ശേഷം മറിച്ച് വിൽക്കുന്ന പരിപാടി അത് പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഈ ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളെയാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ, തട്ടുകടകളാണ്. ഈ അന്യനാട്ടിൽ നിന്ന് ഉപജീവന മാർഗത്തിനും അതുപോലെ പഠന ആവശ്യത്തിനുമായൊക്കെ തിരുവനന്തപുരം നഗരത്തിലേക്കൊക്കെ എത്തിയിരുന്നവർ പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ഈ ചെറിയ തട്ടുകടയും ഹോസ്റ്റൽ മെസ്സുകളെയൊക്കെയാണ്. പക്ഷേ ഈ സിലിണ്ടർ കിട്ടാതായതോടെ ഹോസ്റ്റൽ മെസ്സുകൾ ആകെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇവർ ആശ്രയിച്ചിരുന്നത് സമീപത്ത് തന്നെയുള്ള ചെറിയ ഹോട്ടലുകളെയാണ്. പക്ഷേ അവിടെയും ഇപ്പോൾ മെനു വെട്ടിച്ചുരുക്കുകയും ഉള്ള ഭക്ഷണങ്ങൾക്ക് വില കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കടുത്ത പ്രതിസന്ധി തന്നെ നേരിടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ. എന്തായാലും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുമുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പ്രത്യേക വിറകടുപ്പുകളിലേക്ക് മാറിയ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ബയോഗ്യാസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും നടന്നു വരികയാണ്. ഗൂഗിൾ ശരി, ജിബിൻ JB ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കരിഞ്ചന്തയിൽ പൂഴ്ത്തിവെപ്പുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോട്ടലുകളുടെ പ്രവർത്തനം, ഒപ്പം തന്നെ മെസ്സുകളുടെ പ്രവർത്തനമൊക്കെ താളം തെറ്റുന്നു എന്നുള്ളതാണ്. അതിൽ സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെ ഏത് തരത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആശാവഹമായ ഒരു വാർത്ത വരുന്നത് ഇറാൻ ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്നൊരു കപ്പൽ എത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ കപ്പൽ എത്തിച്ചേരുക? ഇതോടെ ഈ ഇന്ത്യയിലുള്ള ഒരു പ്രതിസന്ധി അത് എത്രത്തോളം പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കപ്പൽ കൊണ്ടാവില്ല, പക്ഷേ മറ്റ് കപ്പലുകൾക്കും സമാനമായ രീതിയിലുള്ള അനുമതി നൽകാനുള്ള സാഹചര്യമുണ്ടോ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ പ്രവിധ. ഈ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ ഇന്ത്യയുടെ 2 LPG കപ്പലുകൾക്കാണ് ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. അത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് രാജ്യത്ത് വലിയ തോതിലുള്ള ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു ഇളവ് ഇന്ത്യൻ കപ്പലുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിലുമായുള്ള ഒരു എണ്ണക്കപ്പൽ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അതേസമയം രാജ്യത്ത് ഈ പാചകവാതകത്തിന്റെ പ്രതിസന്ധി അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രധാനമായും
വാണിജ്യ LPG സിലിണ്ടറുകൾക്കാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിദിന അവലോകനത്തിന് ശേഷം അന്തർമന്ത്രാലയ സമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രതിസന്ധി നേരിടുന്ന LPG ഉപഭോക്താക്കൾ PNGയിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറണം എന്ന ഒരു നിർദ്ദേശമാണ് പെട്രോളിയം മന്ത്രാലയം മുന്നോട്ട് വച്ചിരുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ ആഭ്യന്തര LPG ഉൽപാദനം 30% വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും നിലവിൽ ഇപ്പോൾ പ്രതിസന്ധിയില്ല. ഈ സിലിണ്ടറുകളുടെ എണ്ണം പോലും മുൻപ് ഈ ഒരു സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് വിതരണം ചെയ്തിരുന്ന അതേ എണ്ണം ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് എന്നുമുള്ള ഒരു നിലപാടാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചത്. എന്നാൽ ആളുകൾ ആശങ്കയെ തുടർന്ന് കൂടുതൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ ആരംഭിച്ചതാണ് ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ള വിശദീകരണമാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റേത്. കൂടാതെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒഴിവാക്കുന്നതിനായി കർശനമായ നടപടികൾ എടുക്കും, അതിനാവശ്യമായ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നിലവിൽ തന്നെ നൽകിയിട്ടുണ്ട് എന്നുമാണ് പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ്. ഈ നിലവിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ക്ഷാമം നേരിടാതിരിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഈ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ പ്രതിസന്ധി മറികടക്കാനുള്ള വഴികൾ ആലോചിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മണ്ണെണ്ണയും ബയോമാസ് കൽക്കരി അടക്കമുള്ളവ ഉപയോഗിക്കുന്നതിന് ഉള്ള നിയന്ത്രണങ്ങളോ മറ്റ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതിൽ ഇളവ് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കേന്ദ്രം. ശരി ബൽറാം, ഏതായാലും LPG കപ്പലുകൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അപ്പം എണ്ണ കപ്പലുകൾ വരുന്നത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കപ്പലുകളെ വിടുന്നു അല്ലെങ്കിൽ അനുവദിക്കുന്നു എന്നത് നമുക്ക് ആശാവഹമാണ്. പക്ഷെ അതുകൊണ്ട് ആയോ വാണിജ്യ സിലിണ്ടറുകളുടെ ഈ പ്രതിസന്ധി തീരുമോ എന്നറിയില്ല. കൊച്ചിയിൽ നിന്ന് ലാൽ കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ലാൽ, ഇന്നലെ നമ്മൾ കണ്ടതാണ് സമൃദ്ധി അടക്കം കൊച്ചിയിൽ പാവം പിടിച്ച മനുഷ്യരുടെ ആശ്രയമായ പല കേന്ദ്രങ്ങളിലേക്കും അവിടെ പ്രതിസന്ധി എത്തുന്നു, അവർ വിറകിലേക്കൊക്കെ മാറുന്നുണ്ട്. പക്ഷേ എറണാകുളത്തെ സ്ഥിതി പല ഹോട്ടലുകളും അടച്ചു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും ഇവിടെ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ്. വീക്കെൻഡായി, എന്താണ് ഇനി സാഹചര്യം? എന്തെങ്കിലും നിലയിൽ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം കുറച്ചെങ്കിലും ഈ ഹോട്ടലുകൾക്കൊക്കെ ലഭ്യമാകുന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല ഗൂഗിൾ, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം തന്നെ അത്തരത്തിലല്ലല്ലോ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകൾക്കും അതോടൊപ്പം തന്നെ സ്കൂളുകൾക്കും പ്രാഥമിക പരിഗണന എന്നുള്ളതാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതോടൊപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ സർക്കാരിനെ സമീപിക്കുക എന്നൊരു തീരുമാനത്തിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് അവർക്കെല്ലാവർക്കും അടുപ്പ് എന്നൊരു രീതിയിലേക്ക് മാറേണ്ടത്, ഇപ്പോൾ നമ്മൾ സമൃദ്ധിയൊക്കെ കണ്ട പോലെ അടുപ്പിലേക്ക് പൂർണ്ണമായും മാറേണ്ട സ്ഥിതിയിലേക്ക് എത്തി. പക്ഷേ എറണാകുളം പോലുള്ള നഗരത്തിൽ അത് അടുപ്പ് എന്ന് പറയുന്നത് തീരെ പ്രായോഗികമല്ല. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ MG റോഡിൽ അടക്കമുള്ള ഹോട്ടലുകൾക്ക് അടുപ്പ് വച്ചുകൊണ്ട് മുൻകൂട്ട് പാചകം ചെയ്തു പോകാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ പല ഹോട്ടലുകളുടെ അവസ്ഥ തന്നെയായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ഓപ്പോസിറ്റുള്ള 2-3 ഹോട്ടലുകളുണ്ട്, അവർക്ക് അവിടെ അതിനുള്ള സംവിധാനങ്ങൾ പോലുമില്ല. പിന്നെ വിറക് കിട്ടാനില്ല എന്നൊരു പ്രശ്നം പലയിടങ്ങളിലുമുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് പ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്ന് വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അറിയിച്ചത് 3 ദിവസം മാത്രം ശേഷിക്കുന്ന രീതിയിലാണ് നിലവിൽ അവരുടെ കയ്യിലുള്ള സംവിധാനം. ഒരു കുറ്റിയെങ്കിലും, ഒരു LPG ഗ്യാസെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ദുർഘടത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. മലയോര മേഖലകളിലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലോ വിറകിനെ ആശ്രയിക്കാവുന്ന സാഹചര്യം പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ നഗരഹൃദയങ്ങളിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കോട്ടയം, തൃശ്ശൂർ, എറണാകുളം പോലുള്ള നഗരങ്ങളിലെല്ലാം തന്നെ ഇത് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. അവരുടെ ഹോട്ടലിൻ്റെ സ്ട്രക്ചർ പോലും ആ രീതിയിലല്ല. മാത്രമല്ല, തൊടുപുഴ അടക്കമുള്ള നഗരങ്ങളിലാണെങ്കിൽ പോലും അവിടുത്തെ ഹോട്ടൽ ഉടമകൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അടുപ്പ് കിട്ടാനില്ല എന്നുള്ളതാണ്. വിറകടുപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർ പലയിടങ്ങളിലും ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് പുതിയൊരു വ്യവസായ മാർഗത്തിലേക്ക് തുറക്കുന്നുണ്ടെങ്കിൽ പോലും അത് കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല, അത് കിട്ടിയാൽ തന്നെ പാചകം ചെയ്യാനെടുക്കുന്ന സമയം, അതിനു വേണ്ടിയിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. വില അതിനനുസരിച്ച് കൂടുന്നുണ്ട്. സമൃദ്ധിയിൽ തന്നെ പറഞ്ഞത് ലോഡിന് 25,000 രൂപയുടെ അടുത്ത് വരെ, ടണ്ണിന് 25,000 രൂപയുടെ അടുത്ത് വരെ വില വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ പലയിടങ്ങളിൽ നിന്നും ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്ലൈവുഡിൻ്റെ എല്ലാം വേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പം അവധിയാണ് 2 ദിവസം വരുന്നത്. അവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആളുകൾ കൊച്ചി നഗരത്തിലേക്ക് എത്തും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ജോലിക്കായി എത്തുന്നവർ, അവരെല്ലാം പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഹോട്ടലുകളെ തന്നെയാണ്, അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലേക്ക് ഫുഡ് എത്തിക്കുന്ന സംവിധാനങ്ങൾ, കാറ്ററിംഗ് സംവിധാനങ്ങളെയാണ്. അവർക്കെല്ലാവർക്കും ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിസന്ധി ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ ഓർഡറുകൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ,
പഴയ ഓർഡറുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. പെട്രോളിയം പ്രോഡക്റ്റുകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡീസലിനും പെട്രോളിനും ക്ഷാമമില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതേസമയം ഗ്യാസിനുള്ള ക്ഷാമം മധ്യ കേരളത്തിൽ പൊതുവെ തുടരുന്നുണ്ട്. ശരി, ലാൽ കൃഷ്ണനാണ് കൊച്ചിയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. മധ്യകേരളത്തിലെ സ്ഥിതിയാണ് ലാൽ കൃഷ്ണൻ വിശദീകരിച്ചത്. ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അനീഷ് ദേവസിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഈ ഹോട്ടലുകളുടെ പ്രവർത്തനം ഏത് തരത്തിലാണെന്ന് ഇപ്പോൾ നമ്മളോട് ലാൽ കൃഷ്ണനും ഒപ്പം ജിബിൻ ജെബിയും ഒക്കെ വിശദീകരിച്ചു. തട്ടുകടകളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ചേളാരി പ്ലാന്റിൽ കൂടുതൽ വാതകം നിറയ്ക്കാനാകാത്തൊരു സാഹചര്യമൊക്കെ ഈ വടക്കൻ കേരളത്തിലേക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? ഗോകുൽ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ഇറാൻ ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷാവസ്ഥയെ തുടർന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്ന LPG ക്ഷാമത്തിൻ്റെ ക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ LPG ക്ഷാമം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഉൽപ്പാദനം കൂട്ടിയെന്ന് പറയുമ്പോഴും LPG ക്ഷാമം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ചെറിയൊരു തട്ടുകടയിലാണ്. നമ്മളൊക്കെ സ്ഥിരം ആശ്രയിക്കുന്ന ഒരു കടയും കൂടെയാണ്. നമുക്ക് ആ കടയിലെ സുബ്രഹ്മണ്യൻ ചേട്ടനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ഒരു ക്ഷാമം എത്രമാത്രം രൂക്ഷമാണെന്ന്. സുബ്രഹ്മണ്യൻ ചേട്ടാ, എങ്ങനെയുണ്ട്? നമ്മളെ ബാധിച്ചോ? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എപ്പം വേണമെങ്കിലും ഈ ഒരു കുറച്ച് ഗ്യാസ് ഉണ്ട്, അത് തീർന്നാൽ അപ്പം അടയ്ക്കണം. ഇപ്പോൾ ചായ മാത്രമേ ഉള്ളൂ, മറ്റ് കടികളും പരിപാടിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം രൂക്ഷം തന്നെയാണ്. വീട്ടിൽ പോലും ഗ്യാസ് ഇല്ല. ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പം പറഞ്ഞ പിന്നെ ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഇപ്പം പോയിങ്ങാണ് ബുക്ക് ചെയ്യും. ഇപ്പം പിന്നെ കിട്ടാനില്ല. ഇപ്പോൾ 21 ദിവസം 30 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കിട്ടാനില്ല. നിലവിൽ നമ്മുടെ ചെറുകടികളുടെയൊക്കെ എണ്ണം കുറച്ചോ? കുറച്ച് ഇപ്പം പരിപാടി ഇല്ല. ഇപ്പം ചായ മാത്രമേ കൊടുക്കുന്നത്, ചായ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അത് ഫ്ലാസ്കിലാണ് ഉണ്ടാക്കുന്നത്. സമാവർ ഒഴിവാക്കിയിട്ട് ഫ്ലാസ്കിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നിലവിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വല്ലതും സ്റ്റോക്ക് ഇരിപ്പുണ്ടോ പിടിച്ചു വെക്കാൻ? ഇല്ല, ഇനി കുറച്ച് ബാക്കി ഉണ്ടാവും. അതിനകത്ത് അത് കഴിഞ്ഞാൽ കട അടയ്ക്കണം. കടയടച്ചാൽ എന്ത് ചെയ്യും? മറ്റു തൊഴിൽ നോക്കേണ്ടി വരുമോ? അത് പിന്നെ എന്തെങ്കിലും പരിപാടി നോക്കേണ്ടി നോക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴെന്ത് നമ്മൾ പരിപാടിയിലുള്ളതല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം പ്രവിത, ഗോകുൽ, ഏതായാലും അദ്ദേഹം സുബ്രഹ്മണ്യൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഇന്നൊരു ദിവസം കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സിലിണ്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നാളെ മിക്കവാറും ആ കട പൂട്ടേണ്ടി വരുമെന്നൊരു സ്ഥിതിയാണ് അദ്ദേഹവും പറയുന്നത്. കോഴിക്കോട് മാത്രമല്ല എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ നിലവിലുള്ള ഒരു സിലിണ്ടർ ഉപയോഗിച്ചാണ് നിലവിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇത് എത്ര ദിവസം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ യുദ്ധം കിലോമീറ്ററുകൾക്കകലെയാണ് യുദ്ധം നടക്കുന്നതെങ്കിലും അതിൻ്റെ കെടുതികൾ ഇങ്ങ് കൊച്ചു കേരളത്തിലെ ഈ കോഴിക്കോടും എത്തിയെന്നുള്ളതാണ് തീർച്ചയായും അനീഷ്. അത് എല്ലായിടത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മളെ യുദ്ധം ബാധിച്ചത്. ഈ കോഴിക്കോട് എന്ന് പറഞ്ഞ ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. എപ്പോഴും പറയും പോലും എത്ര വെറൈറ്റി ഭക്ഷണമുള്ള ഒരു സ്ഥലം. ഈ നോമ്പ് തുറക്കുന്ന ഒരു സമയം ആണ് വൈകുന്നേരമൊക്കെ നോമ്പ് തുറ. വിഭവങ്ങളില്ല, നോമ്പ് തുറ വിഭവങ്ങളെല്ലാം മിനിമം ഒരു ചായയുടെ കൂടെ ഒരു പത്തിരി പോലും കഴിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വാതകം അല്ലെങ്കിൽ ഗ്യാസ് വരുന്നു, കപ്പലിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോഴും വാണിജ്യ സിലിണ്ടറുകളുടെ ഒരു വിതരണത്തിലേക്ക് കൂടി അതിനൊരു പ്രയോറിറ്റി വന്നെങ്കിൽ മാത്രമേ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ കഷ്ടമാണ് അവസ്ഥ. ഇനി നമ്മൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ അവസ്ഥ എന്താണ്, അവിടുത്തെ ഏറ്റുമുട്ടൽ എങ്ങനെയാണ് എന്നത് കൂടി നോക്കാം. അതെ, പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇറാൻ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിലെ സൈനിക കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. 2500ഓളം മറൈൻ സൈനികരെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയക്കും. സൗദി അറേബ്യയിൽ വിവിധയിടങ്ങളിലായി നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധ സേന പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ ചില പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. കുവൈറ്റിൽ പുലർച്ചെ ഡ്രോൺ ആക്രമണമുണ്ടായി. ബഹ്റൈനിൽ 2 തവണ സൈറൻ മുഴങ്ങി. UAEയിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 141ആയി. സംഘർഷബാധിത മേഖലയിൽ ദൃശ്യങ്ങൾ പകർത്തിയ 45 പേരെ അറസ്റ്റ് ചെയ്ത് അബുദാബി പോലീസ്. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് റഹീസും ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ചേരുകയാണ്. ആദ്യം മുഹമ്മദ് റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. UAEയിലെ ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ അല്ല. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആശ്വാസകരമായ റിപ്പോർട്ടുകൾ വരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടിലിരിക്കുന്നവരെ സംബന്ധിച്ച് അല്പം ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ വരികയാണ്. ഈ മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകളും ഒക്കെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള നടപടികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ചിലർക്ക് പരിക്കേൽക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. എന്താണ് സാഹചര്യം, റഹീസ്?
പ്രവിത, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അത് ഏതാണ്ട് ഇന്നലെയും കൂടുതലായി അതിന് തലേ ദിവസവും ഒക്കെ നടന്ന ആക്രമണങ്ങളുടെ അതിലാകെ പരിക്കേറ്റവരുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് 141 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ കുറവായിരുന്നു. പക്ഷെ അത് ഇന്നലത്തെ കണക്ക് കൂടി പുറത്തു വരുമ്പോഴേക്കും ഇന്നലെ കാര്യമായിട്ടുള്ള ആക്രമണം പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആക്രമണ ശ്രമങ്ങളാണ് ഇതൊക്കെയും നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായി ജനവാസ മേഖലകളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലോ ഒന്നും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ UAE സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് ഇന്നലെ കാര്യമായിട്ട് അങ്ങനെ അത്തരം പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരണം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആക്രമണം ശ്രമം ഉണ്ടായിട്ടുണ്ട്, അതിനെ ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UAEയുടെ വിവിധ അതോറിറ്റികൾ അറിയിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ പരിക്കേറ്റവരെ കഴിഞ്ഞ 2 ദിവസത്തെ മുഴുവൻ കണക്ക് എന്ന നിലയിലാണ് പരിക്കേറ്റവരുടെ എണ്ണം 141 മാറിയിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിച്ച് അല്ലെങ്കിൽ ഈ ഇറാന്റെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ആരംഭിച്ച ശേഷം 2 ആഴ്ചക്കിടയിലാണ് ഈ ഇത്രയും പേർക്ക് പരിക്കേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 141 ആയിട്ടൊക്കെ മാറുമ്പോൾ ഒരു ദിവസം ഒരു 10 പേർക്കെങ്കിലും പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഖത്തറിലേക്ക് വരികയാണെങ്കിൽ ഖത്തറിൽ ചിലയിടങ്ങളിൽ നിന്നും ജനവാസ മേഖലയിൽ നിന്നും ആളുകൾ ഒഴിപ്പിച്ചതായുള്ള വിവരമുണ്ട്. പക്ഷെ അത് ഏതൊക്കെ മേഖലകളാണ് എന്നുള്ള വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നില്ല. ചില മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചില ജനവാസ മേഖലകൾ അവിടേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രിക്കോഷണറി മെഷറാണ് എന്നുകൂടി അറിയിക്കുന്നുണ്ട്. അത് അപകടം ഉണ്ടായി ആക്രമണം ഉണ്ടായതിനു ശേഷം അവിടെ നിന്ന് മാറ്റിയതല്ല, മറിച്ച് അതിന് മുമ്പ് തന്നെ മാറ്റിയതാണ്. അതിനപ്പുറം ബഹ്റൈനിലേക്ക് വരികയാണെങ്കിൽ 2 തവണയാണ് ബഹ്റൈനിൽ ഇന്നലെ ഇപ്പോൾ ഈ സൈറൺ മുഴങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 4 മണിക്കൂറിനിടയിൽ 2 തവണ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാവിലെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഒന്ന് ബഹ്റൈനാണ്. ബഹ്റൈനിൽ ആക്രമണം നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസൈൽ മാത്രം രാത്രി ചെറുത്തിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം മാത്രമേ അവിടെ നിന്ന് പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ കാര്യമായിട്ടുള്ള ആക്രമണം കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വലിയ ആക്രമണം രാവിലെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളില്ല. പക്ഷെ ആക്രമണം തുടരുകയാണ്. ആ ഒരു തോത് അതുപോലെയൊക്കെ ഏതാണ്ട് നിലനിർത്തിക്കൊണ്ടുപോയി ആ ഒരു പ്രഷർ സജീവമായി നിലനിർത്താൻ, ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്കുകളെ കേന്ദ്രീകരിച്ച് ഒപ്പം ഈ അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, ഊർജ്ജ സ്രോതസ്സുകൾ, തുറമുഖങ്ങൾ ഇതൊക്കെയും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി ആ ഒരു പ്രഷർ നിലനിർത്തുക എന്നുള്ള ടാക്ടിക്സ് കൃത്യമായി തന്നെ ഇറാൻ ഫോളോ ചെയ്യുകയാണ് പ്രവിധ. റഹീസ്, അതോടൊപ്പം തന്നെ ഈ വിമാന സർവീസുകളുടെ കാര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ദുബായിൽ നിന്നും ഒപ്പം തന്നെ അബുദാബിയിൽ നിന്നും ഒക്കെ വിമാന സർവീസുകൾ പലപ്പോഴും മുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം റഹീസ്? പ്രവിധ, കഴിഞ്ഞ ദിവസം ഈ മേഖലയിലുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് എത്താൻ വിമാന സർവീസുകൾ ഉണ്ട്. അത് ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് വിമാന സർവീസുകളുണ്ട്. മാത്രമല്ല ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 14 ദിവസങ്ങൾക്കിടയിൽ ഏതാണ്ട് 14 ലക്ഷത്തിലധികം പേരാണ് ദുബായിലെ തന്നെ എയർപോർട്ടുകൾ UAE തന്നെ എയർപോർട്ടുകൾ ഉപയോഗിച്ചത്. അതായത് ഈ ഷാർജ, ദുബായ് എയർപോർട്ട്, ഒപ്പം തന്നെ ഈ അജ്മാൻ എയർപോർട്ട്, അബുദാബി എയർപോർട്ട് ഇതൊക്കെയും വഴി ഏതാണ്ട് 14 ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തു കഴിഞ്ഞു. അത് ഇങ്ങോട്ട് വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് പോയതായിക്കോട്ടെ, മറ്റു രാജ്യങ്ങളിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയവർ, അങ്ങനെ 14 ലക്ഷത്തിലധികം പേർ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് തീവ്രമായി ഫ്ലൈറ്റ് കിട്ടില്ല, പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതി നിലവിലില്ല. ഉറപ്പായിട്ടും ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ നേരത്തെ സർവീസ് നടത്തിയിരുന്ന അതേ തോതിൽ ഫ്ലൈറ്റുകളില്ല. പക്ഷേ നാട്ടിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകാനുള്ളത് അവിടെ ഏതാണ്ട് കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവിടേക്ക് പോകാനുള്ളൊരു സാഹചര്യം നിലവിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്ന് ട്രാവൽ ഏജൻസികളും എയർപോർട്ട് അതോറിറ്റി അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം അത് മറ്റൊരാളുടെ കൂടി ചാൻസിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു നീക്കമായിരിക്കും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെരുന്നാളിന് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് ഏതാണ്ട് അതേ
നിരക്കിൽ തന്നെ കേരളത്തിലേക്ക് ഉൾപ്പെടെ കൊച്ചിയിലേക്ക് ഉൾപ്പെടെ ഒക്കെ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിരക്ക് ഉയരുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നവർ, അവർക്ക് നാട്ടിലേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുത്തിരുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ പഴയ റേറ്റിൽ തന്നെ അവർക്ക് പോകാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും റേറ്റിൽ ഒരു വർധന വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഏതാണ്ട് പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലും ഗൾഫ് മേഖലയിൽ തന്നെ ഇല്ല എന്ന് പറയാൻ കഴിയും. ശരി റഹീസ്, ഏതായാലും കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് വരട്ടെ. ഈ സൈറൻ മുഴങ്ങുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പരക്കം പാച്ചിലും, അല്ലെങ്കിൽ ആളുകളെ ഇപ്പോൾ ഈ ഖത്തറിലൊക്കെ ഇന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള നിലയിൽ നിന്ന് കുറച്ചുകൂടി സമാധാനപരമായ ജീവിതം ഉണ്ടാകട്ടെ. ജലീൽ കണ്ണമംഗലം ചേരുകയാണ് ജിദ്ദയിൽ നിന്ന്. ജലീൽ, സൗദിക്ക് നേരെ, സൗദി എണ്ണപ്പാടങ്ങൾക്ക് നേരെയും സൗദിയിലെ US ബേസിന് നേരെയുമാണ് ഏറ്റവും അധികം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ കഴിഞ്ഞ രാത്രിയിലൊക്കെ നടന്നത്. എന്തായിരുന്നു ഇന്നലത്തെ സ്ഥിതി? ഇപ്പോൾ ഏത് നിലയിലാണ് പ്രതിരോധം സൗദിയുടെ? ഗോകുൽ, യുദ്ധം ഓരോ ദിവസം പിന്നിടുമ്പോഴും സൗദി അറേബ്യയ്ക്ക് നേരെയുള്ള ആക്രമണ ശ്രമങ്ങൾ ശക്തമാവുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സൗദിയുടെ തന്ത്രപ്രധാനമായ എണ്ണ സംഭരണികളെയും ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആക്രമണങ്ങളുടെ തീവ്രത വല്ലാതെ വർദ്ധിച്ചതായി കാണാം. മിനിയാന്ന് രാത്രിയും ഇന്നലെ പകലുമൊക്കെ സൗദിക്ക് നേരെ ഉണ്ടായത് നിരവധി ആക്രമണങ്ങളാണ്. അതിനുശേഷം കഴിഞ്ഞ രാത്രി മുതൽ ഈ ഒരു നിമിഷം വരെയുള്ള കണക്കുകൾ മാത്രം എടുത്തു നോക്കിയാൽ 16 തവണയാണ് സൗദിക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായത്. 15 ഡ്രോണുകളും ഒരു മിസൈലും ആക്രമണത്തിനായി ഉപയോഗിച്ചു. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. കിഴക്കൻ മേഖലയിലും ഷൈബ എണ്ണപ്പാടമുള്ള റുബൽ ഖാലിയിലും മധ്യമേഖലയിലെ അൽഖർജിലുമാണ് കഴിഞ്ഞ രാത്രി പ്രധാനമായും ആക്രമണം ഉണ്ടായത്. അൽഖർജ് ഭാഗത്ത് ഇന്നലെ രാത്രി 2 തവണ മൊബൈൽ ഫോണിൽ അലേർട്ട് മെസ്സേജ് വന്നിരുന്നു. മിസൈലുകളും ഡ്രോണുകളും ജനവാസ മേഖലയിൽ പതിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സന്ദേശം ലഭിക്കുന്നത്. എന്നാൽ സൗദി പ്രതിരോധ സേന കൃത്യമായി ഇടപെട്ട് എല്ലാ ആക്രമണ ശ്രമങ്ങളും പരാജയപ്പെടുത്തി. സൗദിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായ ദിവസം ഇന്നലെയായിരുന്നു. ഇന്നലെ പകലും മിനിയാന്ന് രാത്രിയിലുമായി ഏകദേശം 78 തവണയാണ് സൗദിക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. ഇതിൽ 76 ഡ്രോണുകളും 2 മിസൈലുകളും ഉൾപ്പെടുന്നു. എന്നാൽ സൗദി പ്രതിരോധ സേന ഇവയെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു എന്നത് വലിയ ആശ്വാസമാണ്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ സൗദിക്ക് നേരെ ഉണ്ടായ ആകെ ആക്രമണങ്ങളുടെ എണ്ണം 314ആയി. ഇതുവരെ എവിടെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിഴക്കൻ പ്രവിശ്യയിലെ ഷൈബ എണ്ണപ്പാടം, റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, പ്രിൻസ് സുൽത്താൻ എയർബേസ് തുടങ്ങിയവയെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഭീഷണികളൊക്കെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും സ്വദേശികളും പ്രവാസികളൊക്കെ ഒരുപോലെ ആശങ്കയിലാണ്. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ച് 2 ബംഗ്ലാദേശി പൗരന്മാർ മരിച്ചതും ചിലയിടങ്ങളിൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതും ഈ ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം വെല്ലുവിളികൾക്കിടയിലും സൗദിയിലെ സാധാരണ ജനജീവിതം ഒട്ടും തടസ്സപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വിമാനത്താവളങ്ങൾ, സ്കൂളുകൾ, ഷോപ്പിംഗ് മാളുകൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവയെല്ലാം പതിവ് പോലെ സുഗമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. മേഖലയിലെ സാഹചര്യങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ സമാധാനത്തിനുണ്ടാവുന്ന ഭീഷണിയെ കുറിച്ചൊക്കെ ഇരു നേതാക്കളും സംസാരിച്ചു. ഇതിനു പുറമെ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ കൊറിയ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും മേഖലയിലെ സാഹചര്യം ചർച്ച ചെയ്തു. അതേസമയം യുദ്ധം മൂലമുള്ള ഈ പ്രതിസന്ധികൾ സൗദിയെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളും ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലുണ്ടായ നിയന്ത്രണങ്ങളൊക്കെ ചരക്ക് നീക്കത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. UAE വഴി സൗദിയിലേക്ക് വന്നിരുന്ന ചരക്കുകൾ നിരച്ചതോടെ വരും ദിവസങ്ങളിൽ വിപണിയിൽ സാധനങ്ങളുടെ ലഭ്യതക്കുറവുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ കൃത്യമായ ബദൽ മാർഗങ്ങളുമായി സൗദി ഭരണകൂടം ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജിദ്ദ, യാംബു തുറമുഖങ്ങൾ വഴി ചരക്കുകൾ എത്തിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഗൾഫ് മേഖലയിലേക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ ഈ തുറമുഖങ്ങൾ വഴി എത്തിക്കുന്നതോടെ ചരക്ക് നീക്കത്തിലെ തടസ്സങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതിസന്ധി മൂലം വിദേശ ഉംറ തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് സൗദിയിലേക്ക്. സൗദിയിലുള്ളവർ പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോകുന്നതും കുറഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ് കുറയുന്നത് പ്രവാസി തൊഴിലാളികളെയും ബാധിക്കും. അതേസമയം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചില മലയാളി ഉംറ തീർത്ഥാടകർ സൗദിയിലെത്തി തിരിച്ചു പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നുണ്ട്. വ്യാജ ഉംറ സർവീസ് ഏജൻസികൾ വഴി സൗദിയിലെത്തി അത് കാരണമാണ് അവർക്ക് ഇവിടെ വിമാനം റദ്ദായത് മൂലം കൃത്യമായ താമസമോ ഭക്ഷണമോ കിട്ടാതെ പ്രയാസപ്പെടുന്നത്. ഗോകുൽ, പ്രൈത. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിശദമായ വിവരങ്ങൾ സൗദി അറേബ്യയിലെ
ജിദ്ദയിൽ നിന്ന് നൽകിയത്. അപ്പോൾ സൗദി അറേബ്യയിലും ഒപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള ഇറാന്റെ ആക്രമണ ശ്രമം തുടരുകയാണ്. അമേരിക്കൻ എംബസി ഒപ്പം തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണ ശ്രമമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരാണ്. പക്ഷേ കൂടുതൽ ജനങ്ങളെ വിവിധ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കുകയായിരുന്നു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ഒപ്പം ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ്. ഇത് നമ്മൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഒരു സുപ്രധാനമായ വാർത്തയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കും. ശബരിമല യുവതീ പ്രവേശനം അനുകൂലിച്ച മുൻ നിലപാടിൽ മാറ്റം വരുത്തിയാകും സംസ്ഥാന സർക്കാർ വാദം സമർപ്പിക്കുക. ആചാരം സംരക്ഷിക്കുമെന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്നും. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ മലക്കം മറിച്ചിൽ അതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്ന അവസാന തീയതി കൂടിയാണ് നിലപാട് അറിയിക്കാൻ. എപ്പോഴായിരിക്കും സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഗോകുൽ. ഈ സംസ്ഥാന സർക്കാർ ഈ ശബരിമല വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു നിലപാട് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിച്ചു ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പിന്നീട് CPIM തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ വിലയിരുത്തിയത്. ഈ ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ കണ്ടാണ് ഈ നിലപാട് മാറ്റം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാർ വാദം ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അതിൽ ഇന്നാണ് സുപ്രീം കോടതി ഈ വാദങ്ങൾ സമർപ്പിക്കാൻ നൽകിയ സമയപരിധി അവസാനിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം അനുകൂലിച്ച മുൻ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ പുതിയ നിലപാട് എന്നുള്ളത്. ആചാരം സംരക്ഷിക്കും എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. അത് ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. ലോ സെക്രട്ടറി KG സനൽകുമാറും അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണകുറുപ്പും ഡൽഹിയിൽ തുടരുകയാണ്. അതേസമയം യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വാദം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നിലപാട് മാറ്റത്തിനെതിരെ ശബരിമല കർമ്മസമിതിയും സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ഇരട്ടത്താപ്പാണ് ഇരുവരും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നാണ് സത്യവാങ്മൂലത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഈ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും സർക്കാർ ഇന്ന് എന്ത് നിലപാടെടുത്താലും അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. നിലപാട് മാറ്റി ആചാര സംരക്ഷണത്തിനൊപ്പം നിന്നാലും അതിൽ LDFന് കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം അത്രയും അതിന് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് അന്നൊരു നിലപാട് ഇന്നൊരു നിലപാടെന്നത് യൂട്ടേൺ ആരോപണം ഇന്നലെ തന്നെ സജീവമാണ്. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് ദീപം തെളിയിക്കും. മീനമാസം 1 മറ്റന്നാൾ മുതൽ കളഭാഭിഷേകവും പടിപൂജയും ഉൾപ്പെടെയുള്ള പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 അടയ്ക്കുന്ന നട തിരുവുത്സവത്തിനായി 22 വീണ്ടും തുറക്കും. ഏപ്രിൽ 1 ആറാട്ട്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സംഘത്തിന്റെ പരിശോധനയും സന്നിധാനത്ത് നടക്കും. ഇനി നമ്മൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. തിങ്കളാഴ്ച കെ സുധാകരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥിത്വം ഉറപ്പായാൽ മാത്രമേ ഡൽഹിയിലേക്കുള്ളൂ എന്ന നിലപാടിലാണ് കെ സുധാകരൻ. കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെ 31 പേരുടെ പേരുകൾക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഒപ്പം കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കെ സുധാകരൻ ഇനി സീറ്റ് കൊടുത്താൽ പിന്നാലെ സീറ്റ് ചോദിച്ചു നിൽക്കുന്ന അടൂർ പ്രകാശ് അല്ലെങ്കിൽ മത്സരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന MP വേറെയുമുണ്ട്. അത് വലിയ പ്രതിസന്ധിയാകും. എങ്ങനെ ഇത് പരിഹരിക്കും? ഗോകുൽ, പ്രവിത, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. 31 പേരുകളടങ്ങുന്ന ആ പട്ടികയിൽ നിലവിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജയസാധ്യതയുള്ള സീറ്റുകളാണ് ഉൾപ്പെടുത്തിയത്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. പ്രത്യേകിച്ച് MP സീറ്റ് നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനം 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ ചേർന്ന യോഗത്തിൽ എടുത്തിരുന്നു. ഇതാണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇടയാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ
പൂർണ്ണ സമയം പ്രവർത്തിക്കാനാണ് തന്റെ ആഗ്രഹമെന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ. അത് അദ്ദേഹത്തിനോട് ആവശ്യമായ ഘട്ടത്തിൽ പരിഗണിക്കാമെന്ന ഒരു ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയിരുന്നു. എന്നാൽ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടക്കാനിരിക്കെ അതിന് മുൻപായി രാത്രിയോടെ തന്നെ കണ്ണൂരിലേക്ക് തിരിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി ശ്രമങ്ങൾ നടത്തുകയും തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അദ്ദേഹം ഉള്ളത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തനിക്കൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രം ഡൽഹിയിലേക്ക് എത്താം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇത് ആണ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കാം എന്ന വാഗ്ദാനം പോലും അംഗീകരിക്കാൻ അദ്ദേഹത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കെ സുധാകരന്റെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും. കാരണം ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ 6ഓളം MP-മാർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്. ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നുള്ള ആലോചനയിൽ തന്നെയാണ് നേതൃത്വം നിലവിലുള്ളത്. ഗോകുൽ പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്ക് പോകുന്നു. അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട്. അജീഷ്, കെ സുധാകരന്റെ അടുത്ത നീക്കം എങ്ങനെയാകും? പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് എത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടും സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു തീരുമാനമാകാതെ ഡൽഹിയിലേക്ക് ഇല്ല എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ കെ സുധാകരൻ നിൽക്കുന്നെന്ന് റിപ്പോർട്ടുകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രവിത, ഗോകുൽ, എന്തായാലും കെ സുധാകരൻ വഴങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. കെ സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് ഈ തന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാതെ ഡൽഹിയിലേക്ക് മടങ്ങില്ല, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കെ സുധാകരൻ പറയുന്നത് തനിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കേന്ദ്ര നേതൃത്വം എടുക്കും, ഹൈക്കമാൻഡ് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ അനുയായികൾക്കും അതേപോലെ തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളത്. കണ്ണൂരിലെ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ, പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ ഇന്നലെ സുധാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് കണ്ണൂരിൽ കോൺഗ്രസ് എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിലെ ഈ സാമുദായിക സമവാക്യങ്ങൾ, കാരണം കേരളത്തിലെ പ്രമുഖനായ ഒരു ഈഴവ സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ, അടൂർ പ്രകാശ് അടക്കമുള്ളവർ മത്സരിച്ചില്ലെങ്കിൽ ആ സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കും എന്നുള്ളതാണ് അവരുടെ അവസാനഘട്ട പ്രതീക്ഷ. ഏതാണ്ട് 26% വരുന്ന സമുദായത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് ഇറക്കാനാകില്ല എന്നതാണ്. എന്തായാലും അവസാനഘട്ടം സുധാകരന്റെ സമ്മർദ്ദങ്ങൾക്ക് ഫലം കാണുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. ശരി, അജീഷും ബൽറാം നെടുങ്ങാടിയുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രവിധ, ഇക്കാര്യത്തിൽ സുധാകരനെ അനുനയിപ്പിക്കുകയാണ് കോൺഗ്രസിന് എളുപ്പം. അങ്ങനെയെങ്കിൽ പിന്നെ മറ്റാരും ചോദിക്കില്ല സീറ്റ്, അല്ലെങ്കിൽ ഒരു കോമൺ ഇതിൽ MP-മാർക്ക് സീറ്റില്ല. പക്ഷേ സുധാകരനെ മത്സരിപ്പിച്ചാൽ പിന്നെ കൂടുതൽ പേരെ അനുനയിപ്പിക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം. ഏതായാലും സുധാകരന് ഇണങ്ങിയാലും പിണങ്ങിയാലും ഒക്കെ പ്രശ്നമാണ്. അപ്പം ഇതെങ്ങനെ ടാക്ടിക്കലായി മറികടക്കുന്നതാണ്. മാത്രമല്ല, പൊതുയാത്ര നടത്തി വയനാട്ടിലെ ക്യാമ്പ് നടത്തി വലിയ നേതൃനിരയിലെ ഐക്യം പ്രകടമാക്കിയ ശേഷം ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടതൊരു കല്ലുകടി വന്നാൽ സ്വാഭാവികമായും അത് പ്രവർത്തകർക്കും ഒപ്പം തന്നെ വി.ഡി. സതീശനും ഇന്നലെ പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ല, എല്ലാം ഈസിയായി പരിഹരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് സുധാകരൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏത് തരത്തിലൊരു അനുനയ ശ്രമമാണ് ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ടീം സ്പിരിറ്റ് നിലനിർത്തണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ ഇലക്ഷനെ സംബന്ധിച്ച് UDF-ന്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. വാമനപുരം, നെടുമങ്ങാട്, ചിറയൻകീഴ്, തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിലെ സീറ്റുകളെ ചൊല്ലിയാണ് തർക്കം. CPI-യിൽ നിന്ന് കോൺഗ്രസിലെത്തിയ മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് നെടുമങ്ങാട് പ്രതിഷേധം. മണ്ഡലത്തിൽ നിന്നുള്ള നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് പ്രവർത്തകരുടെ ആവശ്യം. സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നതിനെ ചൊല്ലിയാണ് തിരുവനന്തപുരത്ത് പ്രതിഷേധം. പാലൂട് രവി വേണ്ട, പകരം യുവ സ്ഥാനാർത്ഥി മതി എന്നാണ് വാമനപുരത്ത് പ്രവർത്തകരുടെ ആവശ്യം. ജി സുധാകരന് പിന്തുണ നൽകുന്ന കാര്യം നിലവിൽ കോൺഗ്രസ് പരിഗണനയിൽ ഇല്ല എന്ന് മുതിർന്ന നേതാവ് D. സുഗതൻ. മത്സരിച്ച് ജയിച്ചാൽ ആർക്കൊപ്പം നിൽക്കുമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്നും D. സുഗതൻ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന സുധാകരന്റെ പരാമർശം പിൻവലിക്കണം എന്നും D. സുഗതൻ ആവശ്യപ്പെട്ടു. ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ കോൺഗ്രസിലേക്ക് വരണം എന്ന രീതിയിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സുധാകരൻ പാർട്ടിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് മത്സരങ്ങൾ ജയിക്കും.
ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ പിന്തുണയാണെന്ന് തീർത്ത് പറയുന്നില്ല ഇപ്പോഴും. ഞാൻ എല്ലാ പാർട്ടിയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആരുടെയും സഹായം ചോദിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്ന സഹായം കോൺഗ്രസിൻ്റെ ആലോചിക്കണം. കോൺഗ്രസ്സായിട്ട് ബന്ധങ്ങളുണ്ടാകണം. ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തീരുമാനങ്ങളുണ്ടാകണം. അതൊക്കെ വേണ്ടേ? അശ്വിൻ ബാലാഴിയുടെ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചതാണ് പിണറായി വിജയൻ ഇനി ആവശ്യപ്പെട്ടാൽ താങ്കൾ തീരുമാനം മാറ്റുമോ? മാത്രമല്ല, പാർട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെ ഒരു അക്ഷരം പറയുന്നില്ല, സർക്കാരിനെതിരെ ഒരു അക്ഷരം പറയുന്നില്ല, പിണറായി മൂന്നാമതും വരട്ടെ എന്ന് പറയുന്നു. ഈ നിലയിലൊരു നിലപാടുമായി ജി സുധാകരനെ UDF സ്വീകരിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഒക്കെ വലിയ വൈഷമ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജി സുധാകരൻ തങ്ങളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തങ്ങളോട് പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അത് മിനിമം CPM-നെയും LDF-നെതിരെയും സംസാരിക്കുകയെങ്കിലും ചെയ്തെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു മുതലാക്കാൻ കഴിയില്ലല്ലോ UDF. ഗൂഗിൾ പാർട്ടിയെ തള്ളിപ്പറയാതെ പിണറായി വിജയനെതിരെ ഒരു വാക്കുമിണ്ടാതെ ജി സുധാകരൻ നിലപാട് പ്രഖ്യാപിച്ചത് പാർട്ടി അണികളുടെ കൂടി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ അതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ അടുത്ത് പ്രവർത്തിക്കും, കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങി മത്സരിക്കും എന്നൊക്കെ പ്രതീക്ഷയിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഇരിക്കുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന് അതിനോട് കടുത്ത എതിർപ്പ് എന്നുള്ളതാണ് ജില്ലയിൽ നിന്നുള്ള KPCC വൈസ് പ്രസിഡന്റും അമ്പലപ്പുഴയിലെ മുൻ MLA-യുമായിരുന്ന ഡി സുഗതന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അമ്പലപ്പുഴയിൽ കണ്ണുനട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഏറെയാണ്. അതിൽ മുതിർന്ന നേതാവ് A. ഷുക്കൂർ ഉണ്ട്, M. ലിജു ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ MB പ്രവീൺ ഉണ്ട്. അങ്ങനെ 7ഓളം പ്രധാനപ്പെട്ട നേതാക്കൾ അമ്പലപ്പുഴ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോൾ അവരെ ഒന്നും പരിഗണിക്കാതെ CPM വിട്ട ജി സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകിയാൽ കടുത്ത എതിർപ്പും വലിയ പൊട്ടിത്തെറിയും കോൺഗ്രസിലുണ്ടാകും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഡി സുഗതന്റെ പ്രതികരണത്തിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു കൂടിയാലോചനയും നിലവിൽ ഇതുവരെയും പാർട്ടി നേതൃത്വം തങ്ങളുമായി നടത്തിയിട്ടില്ല, ജില്ലാ നേതൃത്വവുമായി നടത്തിയിട്ടില്ല, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഡി സുഗതൻ വ്യക്തമാക്കുന്നത്. 2001-ൽ അമ്പലപ്പുഴയിലെ MLA, കോൺഗ്രസിന്റെ MLA ആയിരുന്ന ഡി സുഗതനെ 2006-ൽ തോൽപ്പിച്ചാണ് അമ്പലപ്പുഴ മണ്ഡലം ജി സുധാകരൻ പാർട്ടിക്ക് തിരികെ പിടിക്കുന്നത്. അതിന്റെയൊക്കെ അതായത് ജി സുഗതനെ തോൽപ്പിച്ച ജി സുധാകരന് വേണ്ടി വീണ്ടും പ്രവർത്തനത്തിനിറങ്ങണമോ എന്ന ആശങ്കയൊക്കെ പാർട്ടി നേതൃത്വത്തിനുണ്ട്. എന്തായാലും ആ എതിർപ്പ് ഇപ്പോൾ പരസ്യമായി തന്നെ പുറത്തു വരുന്നു. എന്തായാലും ഇന്ന് CPM-ന്റെ പ്രകടനമടക്കം ജി സുധാകരന്റെ വീട്ടിലേക്ക് നടത്തുന്നു. പാർട്ടി ജി സുധാകരനെതിരാകുമ്പോഴും പാർട്ടിക്കെതിരാണ് താനെന്ന് അദ്ദേഹം വ്യക്തമാക്കാതെ കോൺഗ്രസിലേക്ക് വരേണ്ട എന്ന നിലപാട് ഉറപ്പിച്ചു പറയുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ. ഗൂഗിൾ. അതെ, ഇന്നിപ്പോൾ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ആലപ്പുഴയിലെ വീടിന് സമീപത്തേക്കാണ് ഇന്ന് വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. BS അച്യുതാനന്ദന്റെ വീടിന്റെ മുന്നിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത്. എങ്ങനെയാകും ഈ പ്രതിഷേധം? പ്രവിധ, അത് സാധാരണ നിലയിലുള്ള പ്രതിഷേധമാകില്ല. വലിയ മുന്നൊരുക്കങ്ങളും മറ്റുമൊക്കെ പാർട്ടി നടത്തുന്നുണ്ട്. അതിൽ ഒരു വൈകാരിക തലം കൂടിയുണ്ട്. ചില ഘട്ടങ്ങളിൽ VS-നെതിരായി ജി സുധാകരൻ നിൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് VS-ന്റെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയിൽ VS-ന് വേണ്ടി അതായത് മരണത്തിന് ശേഷവുമൊക്കെ സംസാരിച്ച ആൾ എന്ന നിലയിൽ വളരെ വൈകാരിക അടുപ്പം VS അച്യുതാനന്ദനും ജി സുധാകരനും തമ്മിലുണ്ട്. അവിടെയാണ് പാർട്ടിക്ക് പുറത്തുപോയ ജി സുധാകരന്റെ വീട്ടിലേക്ക് VS അച്യുതാനന്ദന്റെ വീടിന് മുന്നിൽ നിന്ന് പാർട്ടി ഒരു ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ എല്ലാ ബ്രാഞ്ചിൽ നിന്നും പാർട്ടി പ്രവർത്തകരോട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അമ്പലപ്പുഴയിൽ എത്താനാണ് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 1000-ഓ 2000-ഓ ആളുകളായിരിക്കില്ല ഈ പ്രതിഷേധ പ്രകടനത്തിലും വിസ്തീർണ യോഗത്തിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ജി സുധാകരനുള്ള ഒരു മറുപടിയായി പാർട്ടി കണക്കാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് കൂടി തന്നെ എത്ര ആളുകളെ പങ്കെടുപ്പിക്കാമോ അത്രയധികം ആളുകളെ പരിപാടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ജി സുധാകരന്റെ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന പ്രകടനം വീടിന് മുന്നിലേക്കുള്ള വഴിയിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പോലീസ് ഇന്ന് വീടിന് മുന്നിൽ കൂടുതൽ ആളുകളെ പോലീസിനെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. R. നാസർ ഒപ്പം CS സുജാത, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത എന്നിവരാണ് ഇന്നത്തെ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും പാർട്ടി ജി സുധാകരൻ നൽകുന്ന ഒരു മറുപടിയായിരിക്കും ഇന്നത്തെ പ്രകടനവും വിസ്തീർണ യോഗവും നടക്കുക. തീർച്ചയായും. ഏതായാലും ജി സുധാകരന് ഒരു ആശയക്കുഴപ്പമുണ്ട്. പാർട്ടിയെ പറഞ്ഞാൽ പാർട്ടി അനുഭാവികളുടെ അല്ലെങ്കിൽ അണികളുടെ വോട്ട് കിട്ടാനുള്ള സാധ്യത പോകും. ഇനി ജി സുധാകരനെ എങ്ങനെ CPM-നെ തള്ളിപ്പറയാത്ത, പിണറായി വിജയനെ തള്ളിപ്പറയാത്ത ജി സുധാകരനെ എങ്ങനെ പിന്തുണയ്ക്കുമെന്ന് അമ്പലപ്പുഴയിലെ കോൺഗ്രസിനും, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ ആകെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇന്ന് CPM-ന്റെ പ്രതിഷേധവും അത് ഉറപ്പായും ജി സുധാകരനെതിരെ ഒരു ശക്തി പ്രകടനമായിരിക്കും. ആരും ജി സുധാകരനൊപ്പമില്ല എന്ന് തെളിയിക്കേണ്ടത് ഈ ഘട്ടത്തിൽ CPM-ന് വലിയ അനിവാര്യതയുമാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ബിനുവിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഇന്നലെ ചികിത്സയിലിരിക്കെ ബിനുവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം അവയവങ്ങൾ എടുക്കാനുള്ള ശസ്ത്രക്രിയ തുടങ്ങും.
ജിബിൻ JB ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജിബിൻ, സംസ്ഥാനം വീണ്ടും ഒരു അവയവദാന ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. പൊതുജനങ്ങളാകെ ഇതിനു മുമ്പുള്ള എല്ലാ ദൗത്യങ്ങളിലും ഒത്തൊരുമിച്ച് ഈ പ്രധാനപ്പെട്ട ദൗത്യത്തിനൊപ്പം നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? എവിടേക്കൊക്കെയാണ് അവയവങ്ങൾ കൊണ്ടുപോകുന്നത്? ഗോകുലൻ പ്രവിത, ബിനു എന്ന് പറയുന്ന 51 വയസ്സുകാരനായ കൊല്ലം സ്വദേശിയുടെ അവയവങ്ങളാണ് ഇപ്പോൾ ദാനം ചെയ്യുന്നത്. ഹൃദയം, വൃക്ക, കരൾ, കോർണിയ തുടങ്ങിയ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഇതിൽ ഹൃദയം കൊണ്ടുപോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. അത് ആംബുലൻസ് മാർഗമാണ് കൊണ്ടുപോകുന്നത്. മറ്റ് അവയവങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കിംസ് ആശുപത്രിയിലും കണ്ണാശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ അവയവങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയ ഇപ്പോൾ നിലവിൽ കിംസ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി അവയവങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഒരു ആവശ്യമെന്ന് പറയുന്നത് ഹൃദയം കൊണ്ടുപോകുന്നത് റോഡ് മാർഗമാണ്, ആംബുലൻസ് മാർഗമാണ് കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിന് കൃത്യമായി വഴിയൊരുക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KL 05 AX 6910 എന്ന് പറയുന്ന ആംബുലൻസ് ആണ് ഈ അവയവമായി ഹൃദയവുമായി കിംസ് ആശുപത്രിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്നത്. നമുക്കറിയാം ഈ 9 മണി എന്ന് പറയുന്നത് റോഡ് വളരെയധികം തിരക്കുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസിന്, ഈ നേരത്തെ പറഞ്ഞ നമ്പറിലുള്ള ആംബുലൻസിന് വഴിയൊരുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ 10-ാം തീയതിയാണ് ബിനുവിന് കൊല്ലം ചടയമംഗലത്ത് വെച്ച് ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. തുടർന്ന് ബിനുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്ന് 11-ാം തീയതിയാണ് കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം 13-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ബിനുവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കുടുംബത്തെ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മരണം ഒരു കുടുംബനാഥനാണ്. ബിനു എന്ന് പറയുന്ന കുടുംബനാഥനാണ്, ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയം കൂടിയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ സമയത്ത് പോലും കുടുംബം ഈ അവയവങ്ങൾ ദാനം ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ഈ അവയവദാനം, അതിന്റെ വാർത്തകളൊക്കെ തന്നെയാണ് ഈ കുടുംബത്തിലും സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ബിനുവിന്റെ അവയവങ്ങൾ ഇപ്പോൾ 5 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ഇപ്പോൾ നിലവിൽ കിംസ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാവുകയും അവയവങ്ങൾ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസുകളും ആ സമയം തന്നെ പുറപ്പെടുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കാൻ സർക്കാർ തീരുമാനം. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായം 10 നിന്ന് 14 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മന്ത്രിസഭായോഗം വീണ്ടും ചേരുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി ജില്ലയിൽ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള കേരള ഭൂമി പതിവ് ചട്ടത്തിന് അനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പട്ടയഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും പുറമെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിനാണ് തീരുമാനമായത്. ഇതോടെ പതിച്ചു കൊടുത്ത ഭൂമിയിൽ വീട് മാത്രമല്ല മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പട്ടയുടമകൾക്ക് സാധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുകയും വർദ്ധിപ്പിച്ചു. 14 ലക്ഷം രൂപയായാണ് സഹായത്തുക ഉയർത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കൊല്ലപ്പെടുന്ന ഒരാളുടെ കുടുംബത്തിന് നിലവിൽ ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. തിരുവോരത്ത് കഴിയുന്ന കുട്ടികളുടെ പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനും KSRTC ജീവനക്കാർക്ക് 2 മാസത്തെ DA ഗഡു നൽകാനും തീരുമാനമായി. 24 തിരുവനന്തപുരം. ഇന്ന് നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ മറ്റു തീരുമാനങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതും നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെ അതാത് സമയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. MK സക്കീർ വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പൊന്നാനിയിൽ MK സക്കീർ LDF സ്ഥാനാർത്ഥിയായേക്കും. KS ഹംസയെ പുതിയ ചെയർമാനായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേശ് ശരിയാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. നിഖിൽ, അത് ഈ രാജി തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്കുള്ള കാൽവെപ്പാണല്ലേ? തീർച്ചയായും ഗോകുൽ പ്രവിത, MK സക്കീർ പൊന്നാനിയിൽ സ്ഥാനാർത്ഥി അയക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ രാജി കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. സർക്കാർ പുതുതായി വഖഫ് ബോർഡ് ചെയർമാനായി നിർദ്ദേശിച്ചിരിക്കുന്നത് നേരത്തെ മുസ്ലിം ലീഗിൽ നിന്ന് CPM-ലെത്തിയ KS ഹംസയാണ്. KS ഹംസ ഉടൻ വഖഫ് ബോർഡ് ചെയർമാനായി ചുമതലയേൽക്കും. ഈ MK സക്കീറിനെതിരെ പൊന്നാനിയിൽ വലിയ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയരുന്ന സാഹചര്യത്തിലുമാണ് ഇപ്പോൾ പാർട്ടി ഈ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ നിരവധി പദവികൾ അടക്കം ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുത് എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ അതൃപ്തി മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ പാർട്ടി തീരുമാനം. ഗോകുൽ പ്രവിത. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. KS സക്കീർ അങ്ങനെ പൊന്നാനിയിൽ ടിക്കറ്റ് ഉറപ്പിക്കുകയാണ്. അങ്ങനെ രാജിവെച്ച് ഇറങ്ങുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്.
പാലക്കാട് തൃത്താല കുട്ടനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 4 പേർക്ക് പരുക്കേറ്റു. വെടിക്കെട്ട് സമയത്ത് കല്ലുകളും മറ്റും തെറിച്ചാണ് അപകടമുണ്ടായത്. വെടിക്കെട്ട് കാണാനെത്തിയവർക്കാണ് നിസ്സാര പരുക്കേറ്റത്. പരുക്കേറ്റവർക്ക് പെരുമ്പിലാവലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. ഷാരിഖ് നവാസുണ്ട് വിവരങ്ങളുമായി. ഷാരിഖ്, ഇപ്പോൾ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ഈ പൂരത്തിന്റെ സമയമാണ്, വേലയുടെയൊക്കെ സമയമാണ്. എന്താണ് സംഭവിച്ചത്? ഇവിടെ കാര്യമായ പരിക്കുകളില്ല എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ഗോകുൽ, പ്രവിധ, ഇത് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആമക്കാവ് പൂരം എന്ന് പറയുന്നത്, കൂറ്റനാട് തൃത്താല ഭാഗത്ത് ആമക്കാവ് പൂരം എന്ന് പറയുന്നത് വലിയൊരു പൂരമാണ്. ഒട്ടേറെ ആളുകൾ എത്തുന്ന ഒരു പൂരമാണ്. അവിടെയാണ് വെടിക്കെട്ട് നടക്കുന്നതിനിടെ ഈ കല്ലും മറ്റൊക്കെ തെറിച്ച് ആളുകൾക്ക് പരിക്കേറ്റത്. 4 പേർക്ക് മാത്രമാണ് പരിക്കുണ്ടായത്. നിസാര പരിക്കുകളുള്ളൂ. ഇവരുടെ കാലിലും മറ്റും മുറിവുകളും ഉണ്ടായി. ഇവരെ അപ്പൊ തന്നെ പെരുമ്പിലാവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. വലിയ ജനക്കൂട്ടം എത്തുന്ന ഒരു പൂരത്തിനിടെയാണ് ഇത്തരത്തിലൊരു ചെറിയ രീതിയിലൊരു അപകടം ഉണ്ടായത്. വൻ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ദൂര സ്ഥലത്ത് നിന്ന് വെച്ചാണ് ഈ വെടിക്കെട്ട് നടത്തുന്നത്. എന്നാലും അതിന്റെ ആഘാതത്തിൽ ഉണ്ടാകുന്ന മൂലം കല്ലുകൾ വന്ന് തെറിച്ചു വീണാണ് ഇവർക്ക് പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, പ്രവിധ. തീർച്ചയായും ഇതിപ്പോ വടക്കൻ കേരളത്തിൽ മാത്രമല്ല, ഇത് ഉത്സവകാലം കൂടിയാണ് ഗോകുൽ. മെയ് മാസം വരെയാണ് ഈ ഉത്സവ സീസൺ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി അല്ലെങ്കിൽ വെടിക്കെട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ സൂചന കൂടി നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. പോകുമ്പോഴും ഒരു മുൻകരുതലുകൾ, നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കുക. ഇനി നമ്മൾ കായിക വാർത്തയിലേക്ക് കടന്നാൽ ISL ഫുട്ബോളിൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുകയാണ്. 5-ാം അംഗത്തിൽ ഈസ്റ്റ് ബംഗാളാണ് കൊമ്പന്മാരുടെ എതിരാളികൾ. വൈകിട്ട് 5-ന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. സീസണിലെ ഏറ്റവും മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റേത്. 4 മത്സരങ്ങളിലും തോൽവി. 3 മത്സരങ്ങളും തോറ്റത് സ്വന്തം കാണികളുടെ മുന്നിലുമാണ്. ഇനിയിപ്പോൾ നമ്മൾ അല്പം മധുരമുള്ളൊരു വിശേഷത്തിലേക്കാണ്. തേനൂറുന്ന മധുരമുണ്ട് കോഴിക്കോട് ചേളന്നൂർ മുതുവാട്ട് താഴം വയലിൽ വിളയുന്ന തണ്ണിമത്തനുകൾക്ക്. ചേളന്നൂർ സ്വദേശി ഇരുളാട്ട് മനോജാണ് 3 ഏക്കർ വയലിൽ 8 വിവിധ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തൻ വിളയിച്ചെടുക്കുന്നത്. യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച്, മുക്കാസ, നാംധാരി, വെസ്റ്റ് കോസ്റ്റ്, അൽമോൽ, ജിയ തുടങ്ങി 8 ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനുകളാണ് ചേളന്നൂർ സ്വദേശി മനോജിന്റെ കൃഷിയിടത്തിൽ വിളയുന്നത്. വർഷങ്ങളായി മനോജ് തണ്ണിമത്തൻ കൃഷിയിൽ സജീവമാണെങ്കിലും അന്നൊന്നും മികച്ച വിളവ് ലഭിച്ചിരുന്നില്ല. 6 വർഷത്തിനുപുറം കൃഷിവകുപ്പ് പകർന്നു നൽകിയ ശാസ്ത്രീയ കൃഷിരീതികളിലൂടെ കൃഷിയിറക്കിയപ്പോൾ മുതുവാട്ട് താഴം വയലിൽ തണ്ണിമത്തൻ സമൃദ്ധമായി വിളഞ്ഞു. മറ്റുള്ള ഇത് വരുന്നതിനേക്കാളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ ഇപ്പം 40-50 ആണ് ഇപ്പം എനിക്ക് കിട്ടുന്നത്. ഒരു അരമണിക്കൂർ ഇതിന് മെനക്കെട്ടാൽ മാത്രം മതി. ഫസ്റ്റിൽ കുറച്ച് പൈസ മുടക്കുണ്ടെന്നേ ഉള്ളൂ. ആൾക്കാരോട് പറയാം എല്ലാവരും ചെയ്യുക, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് വരുന്നതിനും ഒരു മാറ്റം കിട്ടും. പ്രിഷൻ ഫാമിംഗ് രീതിയിലാണ് കൃഷി. മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി 50 ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തണ്ണിമത്തനുകളെക്കാൾ നിറവും മധുരവും മനോജിന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തനുകൾക്കുണ്ട്. കൂടാതെ ആവശ്യക്കാർക്ക് തോട്ടത്തിൽ നേരിട്ടെത്തി ഇഷ്ടമുള്ളത് നോക്കി വാങ്ങുകയും ചെയ്യാം. ഏകദേശം ഒരു 8 ഇനത്തോളം വരുന്ന വത്തക്ക ഇനങ്ങൾ നമുക്ക് ഇന്നിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് കർഷകർക്ക് ഇവിടെ തന്നെ നേരിട്ട് വന്നിട്ട് തന്നെ വത്തക്ക വാങ്ങി നല്ല ക്വാളിറ്റി ഉള്ള വത്തക്ക തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. തണ്ണിമത്തനുകൾക്ക് പുറമെ മധുരവെള്ളരിയും പച്ചക്കറികളുമുണ്ട്. കൃഷി ലാഭകരമല്ലെന്ന പേരിൽ കർഷകർ പിൻവാങ്ങുന്ന സമയത്താണ് ശാസ്ത്രീയവും വേറിട്ടതുമായ കൃഷിരീതികളിലൂടെ ചേളന്നൂരിലെ ഈ കർഷകൻ മാതൃക തീർക്കുന്നത്. 24 കോഴിക്കോട്. ഈ കോഴിക്കോട്ടേക്കാണ്. ഒളവണ്ണ പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്തിലൂടെ കടന്നുപോകുമ്പോൾ ഏതൊരാളുടെയും കണ്ണുകൾ ആ കാഴ്ചകൾ കാണുമ്പോൾ ഉടക്കും. അത്ര കൊടികളാണ് ക്ഷേത്രത്തിന്റെ ചുറ്റിനുമുള്ളത്. ക്ഷേത്രത്തിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണി ഉത്സവത്തിന്റെ ഭാഗമായാണ് കൊടിതോരണങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ദേവിക്ക് മുമ്പിൽ സമർപ്പിച്ചതാണ് കാറ്റിൽ തൂങ്ങിയാടുന്ന പല വലിപ്പത്തിലുള്ള ഈ കൊടികൾ. മനുഷ്യ ശരീരത്തെയാണ് കറുപ്പും വെള്ളയും ചുവപ്പും മഞ്ഞയും കലർന്ന ഈ കൊടികൾ പ്രതിനിധാനം ചെയ്യുന്നത്. വിവിധ വലിപ്പത്തിലുള്ള 5000-ലേറെ കൊടികൾ പാറിക്കളിക്കുന്നുണ്ട് പാലക്കുറുമ്പ ക്ഷേത്രമുറ്റത്തും പരിസരത്തുമായി. ഭക്തര് ഓരോ കാര്യസാധ്യത്തിനായിട്ട് മനസ്സിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോകും. അത് അടുത്ത വർഷം അവര് ഉത്സവത്തിന്, അതിനു മുമ്പ് അവരെ കാര്യം സാധ്യത നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവര് ആ അടുത്ത വർഷത്തെ ഉത്സവത്തിനായിട്ട് സമർപ്പിക്കുന്നതാണ്
ഈ കൊടി. പാലക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്ന കുംഭഭരണി ദിവസമാണ് ഭക്തർ ദേവിക്ക് മുമ്പിൽ കൊടി സമർപ്പിക്കുന്നത്. 7 ദിവസത്തിലേറെ എടുത്താണ് ഇത്രയും കൊടികൾ ക്ഷേത്ര പരിസരത്ത് കെട്ടിത്തൂക്കുന്നത്. പല വലുപ്പത്തിലും ഇതിൽ ഓരോ നാളും പേരും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ മുകളിൽ തന്നെ അവരെ കൊടുത്തത് എന്നുള്ളതൊക്കെ പല വലുപ്പത്തിലും പല നിറമൊന്നുമില്ല. 2-3 കളറ് ആണ്. റെഡ് കളറ്, ബ്ലാക്ക്, അങ്ങനെ യെല്ലോ, അങ്ങനെ 2-3 കളറിലേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ പല വലുപ്പത്തിലായിട്ടും പല സൈസിലായിട്ടും ആണ് കാണാറുള്ളത്. ജാതിമത വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് പാലക്കുറുമ്പയിലെ ഈ കൊടിക്കാഴ്ച കാണാൻ എത്തുന്നത്. 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിർമ്മാണ നിരോധനം നീക്കാൻ സർക്കാരിന്റെ തീരുമാനമുണ്ട്. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായം 10 നിന്ന് 14 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മന്ത്രിസഭായോഗം വീണ്ടും ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ജിബിൻ ജെ ബി ചേരുന്നു. ജിബിൻ, ഇന്നലെ മന്ത്രിസഭായോഗം ഇന്ന് തന്നെ അവധി ദിനമാണെങ്കിൽ പോലും വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉത്തരവാക്കി ആ തീരുമാനങ്ങൾ ഇറക്കണമെന്നതാണ്. ഇന്നത്തെ യോഗത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായി പരിഗണിക്കാൻ സാധ്യതയുള്ളത്? ഗോകുലൻ പ്രവിധ, നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായകമായ ക്യാബിനറ്റ് യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത്. ഇതിലാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായിരിക്കുന്നത്. കാരണം മലയോരവാസികളുടെ ഏറെക്കാലമായിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ പട്ടയഭൂമിയിലെ നിർമ്മാണം, അതിനുള്ളൊരു വിലക്ക് മാറ്റണമെന്നുള്ളത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ ഈ പട്ടയം നൽകിയിരുന്ന ഭൂമികളിൽ വീട് വയ്ക്കുന്നതിനും അതുപോലെ കൃഷി ആവശ്യത്തിനും മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ KSRTC ജീവനക്കാർക്ക് അവരുടെ DA കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. 2 മാസത്തെ DA കുടിശ്ശിക ഗഡുക്കളായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു സിനിമാ നയം സംസ്ഥാനത്ത് രൂപീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. അങ്ങനെ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മന്ത്രിസഭാ യോഗം അത് കഴിഞ്ഞ ദിവസം കൊണ്ട് അവസാനിച്ചിട്ടില്ല. യോഗം ഇന്ന് രാത്രി 7 മണിക്കും ഓൺലൈനായി വീണ്ടും ചേരുന്നുണ്ട്. അതിൽ കൂടി ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ അത് 5 ദിവസമാക്കുന്നത് സംബന്ധിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കാരണം സാധാരണഗതിയിൽ കണ്ടുവരുന്നതിന് അപ്പുറം ഒരു ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവ് കൂടി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി പുറത്തു വന്നിരുന്നു. അതായത് ഈ മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എത്രയും വേഗം തന്നെ ഉത്തരവുകൾ കൃത്യമായി അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഇറക്കുന്നതിന് വേണ്ടി കൂടി ഇപ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുൻപായി ജനങ്ങളെ കൂടുതൽ സർക്കാരിനോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഗോകുലൻ പ്രവിധ. ജിബിൻ, സ്വാഭാവികമായും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായാലും നാളെ അവധി ദിവസമാണ്. ഇതേ നിലയിൽ തന്നെ വേഗത്തിൽ ഉത്തരവുകൾ ഇറക്കി ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, വിജ്ഞാപനം വന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ സമയത്ത് അതിവേഗത്തിലുള്ള നടപടികളാണ്. അത് ഉറപ്പായും തിരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ എല്ലാം ലക്ഷ്യം. തന്നെയാണ്. കാരണം ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ്. കാരണം ഈ 1-2 ദിവസത്തിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരുന്ന ആഴ്ച തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ അതൊരു നടപടികളിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരുന്ന തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ അത് തന്നെയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് മന്ത്രിസഭാ യോഗം വീണ്ടും ചേരുക. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.